അസ്സാം വലൈക്കും വർഹമത്തുള്ള. സ്പീക്ക് ഔട്ടിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം സമീപകാലങ്ങളിൽ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടന്ന തീപിടുത്തം എന്ന് പറയുന്നത്. ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ച, പിന്നെ ഒരുപാട് വിവാദങ്ങൾക്ക്, പിന്നെ അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് ഒക്കെ വിധേയമായിട്ടുള്ള വലിയൊരു സംഗതിയാണ് അമേരിക്കയിലെ തീപിടുത്തം, ലോസ് ആഞ്ചലസിൽ നടന്ന വലിയ തീപിടുത്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇതിന്റെ പല വീക്ഷണകോണുകൾ പല ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ സംസാരിക്കാനുണ്ടാവും. അപ്പോ എന്താണ് അതിൽ പറയാനുള്ളത് നമുക്ക്? നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ അമേരിക്ക എന്ന രാജ്യത്തിനെ എടുത്തു നോക്കുമ്പോൾ, ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശക്തരായിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ടോപ്പ് 5 വരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയിലാണെങ്കിൽ സൈനികപരമായും സാമ്പത്തികപരമായും വിജ്ഞാനപരമായും ഭയങ്കര ഡെവലപ്മെന്റിൽ ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രാജ്യത്തിൽ ഈ സമീപ കാലഘട്ടത്തിൽ നടന്ന ആ ഒരു വിപത്താണ് ഈ തീപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇസ്ലാമിക വശം എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത് പല ആളുകളും പിന്നെ ചോദിക്കുന്ന, അല്ലെങ്കിൽ പല ആളുകളും സംസാരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു വിഷയത്തിന്റെ ഇസ്ലാമിക മാനം എന്ന് പറയുന്നത്. നമുക്കറിയാം ചില ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, ചില ആൾ സംസാരിക്കുന്നത് ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്, അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. ചില ആളുകൾ ദൈവികമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട്, പിന്നെ ദൈവത്തിന്റെ ഒരു ശിക്ഷാ നടപടിയായിട്ട്, അങ്ങനെ ആ രീതിയിലും സംസാരിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം സൂറത്തുൽ അംഫാലിൽ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അള്ളാഹു പിന്നെ ശിക്ഷിക്കുമ്പോൾ, ഒരു സമൂഹത്തെ ശിക്ഷയ്ക്ക് ഇരയാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമൂഹത്തെ മൊത്തത്തിലാണ് ആ ശിക്ഷ ബാധിക്കുക. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളെ പിടിച്ച് ശിക്ഷിക്കുക എന്നതിന് അങ്ങനെയല്ല, മറിച്ച് പിന്നെ ആ സമൂഹത്തിൽ ഇപ്പോൾ നല്ല ആളുകൾ ഉണ്ടാവാം, മോശമായിട്ടുള്ള ആളുകൾ, എല്ലാവരും ഉൾപ്പെടുന്ന തരത്തിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നടപ്പാക്കുക. അപ്പോ ഇതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ശിക്ഷ നടപ്പാക്കാൻ നിരപരാധികൾ ഉൾപ്പെടുന്നുണ്ടല്ലോ ഇല്ലയോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടല്ലോ. ഇതെന്നൊക്കെ വെച്ചാൽ അള്ളാഹുവിന്റെ ഖദറുമായിട്ടുള്ള വിഷയമാണ്, അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, പിന്നെ ഖുർആന്റെ ഈ ഒരു പിന്നെ ആയത്തും സൂക്തവും പിന്നെ ഇത്തരം പിന്നെ ശിക്ഷ നടപടി സമീപകാലങ്ങളിലെ സംഭവ വികാസങ്ങളൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഒരു വലിയ പരീക്ഷണമായിട്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്. നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഒരു ഇസ്ലാമിക മാനം. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഒരു കാര്യമാണ് മനസ്സിലാകുന്നത്. സമീപ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് അമേരിക്കയുടെ സഹായം കൊണ്ട് ഇസ്രായേലും ഫലസ്തീനിലെ ആയിരക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും മാധ്യമപ്രവർത്തകരെയും കത്തിച്ച് ഭയങ്കര ക്രൂരമായ രീതിയിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ആ ഒരു പങ്കാളിത്തമാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നരനായിട്ട് ഈ ഒരു ക്രൂരത, പിന്നെ വംശഹത്യാ സ്വഭാവം, അതായത് ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. യുദ്ധത്തിന് അതിൻ്റെതായിട്ടുള്ള മര്യാദകളുണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളോ യുദ്ധമര്യാദകളോ ഒരു ധാർമ്മികതയും ഇല്ലാതെ അധാർമികമായിട്ട് പിന്നെ ഒരു സമൂഹത്തെ ഇങ്ങനെ നിരന്തരമായി വേട്ടയാടി പിന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഇതാണ് നിലവിൽ നമ്മൾ ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലും പിന്നെ അതിന്റെ ചുറ്റുവട്ട ദേശങ്ങളിലൊക്കെ ഇത് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. സിറിയ ആയിക്കോട്ടെ, ലെബനൻ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, പിന്നെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട അധിക രാജ്യങ്ങളും ഇവിടെയൊക്കെയും പിന്നെ അമേരിക്കയുടെ നിരന്തരമായ സഹായം കൊണ്ട് ഇസ്രായേൽ ചുട്ട് നശിപ്പിച്ച ഗ്രാമങ്ങളും വീടുകളും കുരുന്നുകളുടെ അസ്ഥികളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയിൽ ഇത്ര വലിയ എന്താ പറയാ തീ കൊണ്ടുള്ള വലിയൊരു പരീക്ഷണം നമ്മൾ കാണുന്നത്. അപ്പോ നമുക്ക് കാണാം, ഇസ്രായേൽ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. എന്താന്ന് വെച്ചാല്, അമേരിക്കയുടെ സഹായമില്ലാതെ ഈ ഹമാസ് ആയിട്ടുള്ള ഈ ഒരു യുദ്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തിന് വലിയൊരു സപ്പോർട്ടായിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അമേരിക്കയിലെ നോർത്ത് കരോലിന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. ഏകദേശം ഒരു 10 ദശലക്ഷം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതിൽ ഏകദേശം ആളുകളും ഈ സൈനികപരമായിട്ടുള്ള ഓരോ പരിപാടിയിലാണ് ഉള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, മിലിറ്ററി ആയിട്ടോ ആർമിയിലോ അതേപോലെ വെപ്പൺ ഡിപ്പാർട്ട്മെന്റിൽ, ഇങ്ങനത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിലാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു വലിയൊരു സൈനികപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇസ്രായേലിൽ നമ്മൾ കാണുന്ന കുറെ ബോംബ് വർഷണങ്ങളും അതേപോലെ യുദ്ധങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഈ നോർത്ത് കാരോലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ് ആണ് ഫ്ലോറിഡ എന്ന് പറയുന്നത്. ഫ്ലോറിഡയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജൂതന്മാര് അധികം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ജൂതന്മാര് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജൂതന്മാർ പ്രത്യേകിച്ച് വളരെ പിന്നെ അവിടെ ജൂതന്മാരടക്കമുള്ള മറ്റാളുകളും വളരെ സാമ്പത്തികമായിട്ട് മുന്നാക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കേവലം സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നതിനപ്പുറത്തേക്ക് US കോൺഗ്രസിനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള തരത്തിലുള്ള പിന്നെന്താ പറയാ ഒരു ഹോൾഡുള്ള തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ബില്ലുകളും മറ്റ് പാക്കേജുകളൊക്കെ നിസ്സാരമായി പാസ്സാക്കി എടുത്തിട്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് കരോലിന പോലുള്ള സ്റ്റേറ്റുകളുമായി ഇടപെട്ടിട്ട് അവിടുന്ന് വലിയ പിന്നെ വെപ്പൺസ് ഒക്കെ കയറ്റിയിട്ട് ഇസ്രായേലിലേക്ക് അയക്കുകയും ഇസ്രായേൽ അത് ഉപയോഗിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ക്രൂരമായിട്ടുള്ള വംശഹത്യകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു നിരന്തരമായിട്ടുള്ള ഒരു കാഴ്ച. ഇങ്ങനെ ഒരു പഠനം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ നോർത്ത് കരോളിനെ കുറിച്ചും പിന്നെ ഈ ഫ്ലോറിഡയെ കുറിച്ചുമായിട്ടുള്ള പിന്നെ പഠനങ്ങള്. പിന്നെ അപ്പോ ഒരു സ്റ്റേറ്റ് പിന്നെ ആയുധത്തെയും പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സൈനിക ശക്തിയെയും പിന്നെ പ്രതിനിധീകരിക്കുമ്പോൾ മറ്റൊരു ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള മേൽക്കോയ്മ കാണിക്കുന്ന ഒരു സ്വഭാവം അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൊതുവെ. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്, وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. അതായത് നിങ്ങളെ കൊന്നുകൊണ്ടും തടവിലാക്കിക്കൊണ്ടും നാട്ടിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടും നിങ്ങളെ ശത്രുക്കൾ കുതന്ത്രങ്ങൾ മെനയും. അപ്പോൾ അള്ളാഹും കുതന്ത്രം മെനയും. അപ്പോൾ അതിൽ ഏറ്റവും കുതന്ത്രം മെനയുന്നതിൽ ഏറ്റവും ശക്തൻ അള്ളാഹു ആണെന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഈ ആയത്തിനെ പിന്നെ അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്ത്രം മെനയുന്നതിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹു ആണെന്ന് പറയുമ്പോൾ പിന്നെ അത് പിന്നെ കേവലം ഒരു പറച്ചിലിൽ നിർത്താതെ നിരന്തരമായ പിന്നെ എന്താ പറയാ വിശ്വാസികൾക്ക് ഒരു സൈൻ ആയിക്കൊണ്ട് വിശ്വാസികൾക്കും മറ്റാളുകൾക്കും എന്താ പറയാ ഒരു ഉത്ബോധനം പോലെ ഒരു അടയാളപ്പെടുത്തൽ പോലെ അള്ളാഹു പിന്നെ പൂർവ്വകാലം മുതലേ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു അടയാളമാണ് അമേരിക്കയിൽ കണ്ടത്. അവർ ചെയ്ത ക്രൂരതകൾക്ക് പരിണിത ഫലം എന്നതുപോലെ നമുക്ക് മനസ്സിലാവും. ഇത് ഒരു എന്താ പറയാ ഒരു സ്ട്രെയിറ്റ് റിവെഞ്ച് പോലെ. അതായത് പിന്നെ ഒരു എന്താ പറയാ അമേരിക്കയിലെ ഒരു ആക്ടർ, ഹോളിവുഡ് ആക്ടർ ഉണ്ട് പിന്നെ ജെയിംസ് വുഡ് എന്ന പേരുള്ള. ഈ ഇടയ്ക്ക് പിന്നെ മാധ്യമങ്ങളിൽ പിന്നെ അയാള് പിന്നെ വരികയും എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ വളരെ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ സ്പ്രെഡായി. അതിനെ വളരെ വിമർശനാത്മകമായിട്ട് പിന്നെ നേരിട്ട ആളുകളുണ്ട്. അതായത് പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങള് പിന്നെ എന്റെ സമ്പത്ത് പോയി, എത്ര നഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നികത്താൻ കഴിയാത്ത തരത്തിലുള്ള നഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജെയിംസ് വുഡ് എന്ന് പറയുന്ന ആള് പിന്നെ നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ല. ഹോളിവുഡ് നടൻ എന്നതിനപ്പുറത്തേക്ക് ഹോളിവുഡ് നടൻ എന്ന് പറയുമ്പോൾ കുറെ ഹോളിവുഡ് നടന്മാരുണ്ടല്ലോ. പിന്നെ ഇയാള് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കിൽ ദം ഓൾ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗസയിലുള്ള വെടിനിർത്തലിനെ പോലും പ്രോത്സാഹിപ്പിക്കാതെ വെടിനിർത്തലൊന്നും വേണ്ട എന്ന തരത്തിലേക്ക് പ്രത്യക്ഷമായിട്ട് ഇസ്രായേലിന്റെ ഈ ക്രൂരമായിട്ടുള്ള വംശഹത്യയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകളും പോസ്റ്റുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള പിന്നെ ഒരാളാണ് ഈ ജെയിംസ് വുഡ് എന്ന് പറയുന്നത്. പിന്നെ ഇയാൾക്ക് നേരിട്ട് ഒരു എന്താ പറയാ ഒരു പ്രതികാരം പോലെ ഇയാളോട് നേരിട്ട് എന്തോ കാര്യം സംവദിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷ ഇറക്കാണ്. ശിക്ഷ എന്ന് പരീക്ഷണം എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഈ വലിയൊരു തീ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാണ്. അതിൽ നിന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ അദ്ദേഹം വഹിക്കേണ്ടി വരികയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഒരു വലിയൊരു ഉദ്ബോധനം, വലിയൊരു അടയാളപ്പെടുത്തൽ അള്ളാഹു ഇതിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്, ജനങ്ങൾക്ക്. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സമാനമായിട്ടുള്ള മറ്റു സംഭവങ്ങളുണ്ട്, മറ്റാളുകളുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ജെയിംസ് വുഡ് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇതേപോലെ ഗസനെ വിമർശിച്ച ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ട്രംപ് എന്താ പറഞ്ഞെന്ന് വെച്ചാല് ട്രംപ് ഭരണത്തിൽ കയറുന്ന മുമ്പ്, അതായത് വൈറ്റ് ഹൗസിൽ കയറുന്ന മുമ്പ് ഹമാസ് ഇസ്രായേൽ ബന്ദികളെ റിലീസ് ചെയ്തില്ലെങ്കിൽ മൂപ്പര് ഗസനെ നരകമാക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തോട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആയത്തിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് അവർ കുതന്ത്രം മെനയും അള്ളാഹും തന്ത്രം മെനയും. അപ്പോൾ തന്ത്രം മെനയുന്നതിൽ ഏറ്റവും ശക്തൻ അള്ളാഹുവാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താന്ന് വെച്ചാല് നരകത്തിന് തുല്യമായ ഒരു കാഴ്ചയാണ് നമ്മൾ അമേരിക്കയിൽ കണ്ടത്. അപ്പൊ ആ ഒരു സാഹചര്യമായിട്ട് നമുക്കിത് ബന്ധപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഇത്തരം ഒരു അനുഭവം അമേരിക്കക്ക് വന്നു. ഇപ്പൊ നീ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥ പിന്നെ അമേരിക്കക്ക് സമ്മാനിച്ചുകൊണ്ട് അമേരിക്കക്ക് നൽകിക്കൊണ്ട് വലിയൊരു പിന്നെ സൈൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഫലസ്തീനികളുടെ നിരന്തരമായിട്ടുള്ള ഏകദേശം 400-ൽ പരം ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക്
ഉള്ള നിരന്തരമായ ചെറുത്തുനിൽപ്പുകൾ, പിന്നെ പോരാട്ട വീര്യം, രക്തസാക്ഷിത്വം, ഇതിനൊക്കെ ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പരീക്ഷണം ശിക്ഷയുമായിട്ട് പിന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദുർബലരായിട്ടുള്ള ആളുകളുടെ, അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന, അവരുടെ തേട്ടം, അവരുടെ പരിശ്രമം, ഇതിനൊക്കെ ഒരുപാട് പ്രതിഫലമുണ്ട്. അത് പിന്നെ പലസ്തീൻ പശ്ചാത്തലമായിക്കൊണ്ടുള്ള വിഷയമായിക്കോട്ടെ, പിന്നെ മറ്റ് ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, അക്രമകാരികള്, പിന്നെ അധർമ്മവാഹകര്, അവരിങ്ങനെ നിരപരാധികളായിട്ടുള്ള ആളുകളുടെ മേത്ത് നിരന്തരമായിട്ട് ഇങ്ങനെ അക്രമവും പിന്നെ അവരുടെ ക്രൂരതകളും ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു മറുപടിയായിട്ട് പിന്നെ എന്നും ഏത് കാലഘട്ടത്തിലായാലും, കാലഘട്ടം മുതൽ ഇന്നലെ അമേരിക്കയിൽ നടന്ന സംഭവവികാസങ്ങൾ വരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, ഇതൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള മറുപടി, വലിയ രീതിയിലുള്ള ഒരു ഉദ്ബോധനം നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഏത് രീതിയിലാണോ അക്രമികൾ പ്രവർത്തിച്ചത് അതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം അമേരിക്കയുടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മറുപടി, വലിയ 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 രീതിയിലുള്ള ഒരു പരീക്ഷണം അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ, നമ്മൾ ദുർബലരായുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഒരിക്കലും നിരപരാധികളായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ അള്ളാഹു കൈവിടുകയില്ല എന്നുള്ള മറ്റൊരു ഉത്തമ ഉദാഹരണമായിട്ട്, ഒരു ഉദാത്തമായിട്ടുള്ള ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കൂടി സാധിക്കുന്നുണ്ട്. ഇതിപ്പോ അമേരിക്ക, ഫലസ്തീൻ, ഇസ്രായേൽ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടു. ഇനി വരുന്ന കാലഘട്ടത്തിൽ വേറെ രാജ്യങ്ങളോ വേറെ ഇതായിട്ട് നമുക്ക് വരാനും സാധ്യതയുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു കദറാണ്. അപ്പോ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇത് ഇപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണോ അതോ ശിക്ഷയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു വിശ്വാസം എന്ന നിലക്ക് നമ്മളിത് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പിന്നെ നീ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് സ്വീകരിക്കുന്നത്. പറഞ്ഞത് പഠിച്ചോ എന്നുള്ള വിഷയമാണ്. പക്ഷെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നീ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന്ന് ഇവിടെ അവസാനിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.